സസ്സ ശിക്ഷ മന്യു ഭണ്ഡാരി നയി പീഡിക്ക് കഹാനി ലേഖിക ഓമി. പുതുതലമുറയിലെ കഥാലേഖികമാരിൽ ശ്രീമതി മന്യു ഭണ്ഡാരി പ്രമുഖ സ്ഥാൻ രഖത്തി ഹെ. ശ്രീമതി മന്യു ഭണ്ഡാരിക്ക് പ്രമുഖ സ്ഥാനമാണുള്ളത്. പ്രസിദ്ധ കഥാകാർ രാജേന്ദ്ര യാദവ് കി പത്നി ഹെ. മന്യു ഭണ്ഡാരി പ്രസിദ്ധ കഥാകാരനായ രാജേന്ദ്ര യാദവിൻ്റെ ഭാര്യയാണ്. ഭാരതീയ നാരി കി നിരീഹത കാ ചിത്ര. ഭാരതീയ സ്ത്രീകളോടുള്ള അശ്രദ്ധയുടെ ചിത്രീകരണം. ഉൻകെ തനാവ് അവരുടെ പിരിമുറുക്കം. ബേബസി ശക്തിയില്ലായ്മ. അവർ അപൂർണത അവരുടെ അപൂർണതയ്ക്ക് സാത്ത് അപൂർണത ആണ് ഉൻകി കഹാനിയോമെ അഭിവ്യക്തിയെ അവരുടെ കഥകളിൽ വ്യക്തമാക്കുന്നത്. ശ്രീമതി മന്യു ഭണ്ഡാരി കി ഏക് ഹൃദയസ്പർശി കഹാനി ഹെ സസ്സ. ശ്രീമതി മന്യു ഭണ്ഡാരിയുടെ ഒരു ഹൃദയസ്പർശിയായ കഥയാണ് സസ്സ. ദിനേശ് ഏക് സർക്കാരി കർമ്മചാരി ത. ദിനേശ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഉദ്യോഗസ്ഥനാണ്. ഉൻ പർ 20,000 रुपये का അപഹരൺ കാ ആരോപ ലഗായാത്ത. അദ്ദേഹത്തിൽ 20,000 രൂപ മോഷ്ടിച്ചു എന്ന ആരോപണമുണ്ടായി. വഹ് നൗകരി സെ മു അദൽ കർ ദിയ. അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ഓർ ഉസ് പർ അദാലത്തുമേ അദാലത്തിൽ മുക്തമാ ചലാഗയ കേസ് നടക്കുകയും ചെയ്തു. 2 സാൽ ബാദ് 2 വർഷത്തിന് ശേഷം ഉസെ 1 സാൽ കെ കാരാവാസ്. അദ്ദേഹത്തെ 1 വർഷത്തെ കാരാവാസത്തിന് കാരാവാസ് സസ ജയിൽ ശിക്ഷ സുനായി ഗയി പറഞ്ഞു. റിസ്തേദാരോങ്കി സഹായത സെ ബന്ധുക്കളുടെ സഹായത്തോടെ ഉസ്സേനെ അദ്ദേഹം അപ്പീൽ കൊടുക്കുകയും और फिर 2 साल बाद പിന്നീട് 2 വർഷത്തിന് ശേഷം ഫൈൻസല ഹുവ വിധി വന്നു, തീരുമാനമുണ്ടായി. ഓർ വഹ് ബരി കിയാ ഗയ അദ്ദേഹത്തെ മോചിതനാക്കുകയും ചെയ്തു. 5 സാൽ തക്ക് മുഗ്ധമാ ചൽത്താ രഹ. അങ്ങനെ 5 വർഷം കേസ് നടന്നു. ഇത്തനേമേ ഗർക്കി ആർത്തിക് ദശ. ഇത്രയുമായപ്പോഴേക്കും വീട്ടിലെ സാമ്പത്തിക അവസ്ഥ ഇത്തനെ ബിഗഡ് ഗയിക്ക് ഇത്രയും വഷളാകുകയും ആജീവിക ചലാനാഭി അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് മുഷ്കിൽ പോകയ പ്രയാസമുള്ളതായി തീരുകയും ചെയ്തു. ഉസ്കി പത്നിക്ക് സാരേ സോന ബിക്ക് ഗയ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എല്ലാ സ്വർണങ്ങളും വിറ്റു. ജിസ് ഗർമേ രഹുത്താത്ത അവർ താമസിച്ചിരുന്ന വീട് ഉസേ ചോടിന പട അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ബച്ചാക്കോ ഭായി ഉമേഷ് കെ യഹാം ബേജ്ന പട കുട്ടികളെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഉമേഷിൻ്റെ വീട്ടിലേക്ക് അയക്കേണ്ടി വന്നു. വഹാം ചാച്ചി കെ നിർമ്മമ വ്യവഹാർക്കെ കാരൻ അവിടെ ഇളയമ്മയുടെ ഹൃദയമില്ലാത്ത പെരുമാറ്റം കാരണം ചോട്ടാ ലഡ്ക ചെറിയ ആൺകുട്ടിയായ മഞ്ഞു ഡർക്കർ രഹുത്താത്ത മഞ്ഞു പേടിച്ചാണ് അവിടെ കഴിഞ്ഞത്. ലഡ്കി ആശാക്കോ മകൾ ആശ ചോട്ടി ഉമ്രമേഹി ചെറിയ പ്രായത്തിൽ തന്നെ ഗർമേ നൗകരാനി ബെനിനി പടി വീട്ടിൽ വേലക്കാരിയാകേണ്ടി വന്നു. ബച്ചോം കി പടായി രുക്കുകയി കുട്ടികളുടെ പഠിത്തം നിന്നു. ബീമാർ പത്നി ശാരദ ഉചിത് ഇലാജ് നഹി ഹോ പായ. സുഖമില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദയ്ക്ക് ഉചിതമായ ചികിത്സ ലഭിച്ചില്ല. ഇസി തരഹി പരോഷ് സസ അസലി സസാസെ അസഹനീഹെ. ഈ തരത്തിലുള്ള പരോക്ഷമായ ശിക്ഷ യഥാർത്ഥ ശിക്ഷയേക്കാൾ അസഹനീയമായിരുന്നു. 5 സാൽ കെ ബാദ് മുക്തമാ കെ ഫൈൻസല സുനാദിയ. 5 വർഷത്തിനു ശേഷം കേസിൻ്റെ വിധി കേട്ടു. ദിനേശ് നിരപരാധ് സ്ഥാപിത് ഹുവ. ദിനേശ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. ഇസ് ലംബി അവധിയുമേ ഈ നീണ്ട കാലയളവിനുള്ളിൽ
ജിസ് യാതനാപൂർണ്ണ അനുഭവവും സേ ഗുസര, ഏത് യാതനാപൂർണമായ അനുഭവങ്ങളിലൂടെയാണോ കടന്നുപോയത്, ഉസ്സേ ഉസ്കാ സാസ്, അതിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടു. വഹ് ഇസ് നരകപൂർണ്ണ ജീവൻ സേഹി, അദ്ദേഹം ഈ നരകപൂർണമായ ജീവിതത്തിൽ നിന്നും ബരി ഹോത്തി ഹേ, മോചിതനായി. വിശേഷതായേ ഹമാരെ ദേശ് കാ ന്യായ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ ദേശത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ ജടിലത, സങ്കീർണതയും അവർ ഉസ്കെ ശിഖാർ ലോകവും, അതിനിരയായ ആൾക്കാരുടെ ലോകോങ്കെ ജീവൻ കി, ആൾക്കാരുടെ ജീവിതത്തിൻ്റെയും യാതനാവോങ്ക യഥാർത്ഥ ചിത്രം, യാതനകളുടെ യഥാർത്ഥ ചിത്രീകരണം സസ്സാമേ കിയാഹെ, ഈ സസ്സ എന്ന കഥയിലൂടെ നടത്തിയിരിക്കുന്നു. ഭാരതിക്ക് ജഡിൽ ന്യായ വ്യവസ്ഥ പർ ഈശാരാഹെ, ഭാരതത്തിലെ സങ്കീർണമായ നീതിന്യായ വ്യവസ്ഥയിലേക്കുള്ള ഒരു സൂചനയാണ്. ജോ വാസ്തവിക സസ്സാസെ പെഹലെ ഹി അപ്പനി സസ്സാദേ ഡാൽത്തെ ഹി, യഥാർത്ഥ ശിക്ഷയ്ക്ക് മുമ്പ് തന്നെ അവർക്ക് ശിക്ഷ നൽകുന്നു. ഏക്ക് സമ്മാനിത് മധ്യവർഗ പരിവാർക്കി, ഒരു ആദരണീയമായ ഇടത്തരം കുടുംബത്തിലെ യാതനാവോങ്ക വർണ്ണൻ ഹേ, യാതനകളുടെ വർണ്ണനയാണ്. ജിസ്കാ ഏക്ക് സദസ്സി അകാരൻ ഹി, അതിലെ ഒരു അംഗം അകാരണമായി തന്നെ കാനൂൻ കി ഗിരഫ്താർമയാകയ, നിയമത്തിൻ്റെ കസ്റ്റഡിയിൽ വന്നു. ലേഖികാനെ ഹർ ഏക്ക് പാത്രയ്ക്ക്, ലേഖിക ഓരോ കഥാപാത്രങ്ങളുടെയും മാനസിക അന്തർദർദൻ, അവരുടെ മാനസികമായ ഉള്ളിലുള്ള വേദനയേക്ക മാർമക വർണ്ണൻ കിയാഹെ, ഹൃദയസ്പർശിയായ വർണ്ണന നടത്തിയിരിക്കുന്നു.